നമസ്കാരം, മഞ്ഞപ്പറ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്ത. കരിങ്ങേൻ കുടുംബ കൂട്ടായ്മയുടെ 14ാമത് വാർഷികം മഞ്ഞപ്രയിൽ നടന്നു. മാർസ്ലിവ പള്ളിയിൽ ദിവ്യബലിയോടെയായിരുന്നു പരിപാടികൾക്ക് ആരംഭം കുറിച്ചത്. ഫാദർ ജോൺസൺ കരിങ്ങൻ, ഫാദർ ഡിബിൻ കരിങ്ങൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് ഒപ്പീസ്. പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കാം. ഇന്ന് അൾത്താരയ്ക്ക് മുമ്പിൽ നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്നിരിക്കുന്നത് നമ്മുടെ പൂർവികരെ അനുസ്മരിച്ചുകൊണ്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണ്. നാം ഇന്ന് എന്തോ ആയിരിക്കുന്നുവോ അതെല്ലാം നമ്മുടെ പൂർവികർ നമുക്കായി തുടങ്ങി വെച്ചതിൻ്റെ ബാക്കിയാണ്. നമുക്കുള്ള നേട്ടങ്ങളെല്ലാം, നമ്മളായിരിക്കുന്ന സൗഭാഗ്യങ്ങളെല്ലാം അവർ നമുക്ക് വേണ്ടി കരുതി വെച്ചതിൻ്റെ ഫലം കൂടിയാണ് നമ്മളിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10 കുഷ്ഠരോഗികൾ സുഖപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നിന്ന് പോയപ്പോൾ ഒരാൾ തിരിച്ചു വന്ന് കർത്താവിനോട് നന്ദി പറഞ്ഞു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണോ, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസ്യമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ചെയ്തത് നിങ്ങളുടെ നാമത്തിൽ ഒന്ന് ചൂടുമ്പോൾ എന്നെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായി ഇരിക്കുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായി ഇരിക്കുന്നവൻ. മിഴി നിറയുമ്പോഴും നിറഞ്ഞൊഴുകുമ്പോഴും എൻ മിഴിനീരു മാറ്റാൻ അണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായി ഇരിക്കുന്നവൻ. എന്നാത്മാവിലെ ചുടുനെടുവീർപ്പുകൾ എല്ലാം ആനന്ദമായെന്നും മാറ്റുന്നവൻ. എൻ്റെ അവതാരിലേറും മുറിപ്പാടുകൾ മൃദുസ്നേഹത്താൽ സുഖമാക്കാൻ അണയുന്നവൻ. ഞാനുണരുമ്പോഴും ഞാനുറങ്ങുമ്പോഴും എന്നരികത്ത് കാവലായി ഇരിക്കുന്നവൻ. ശിവന്റെയും മതത്തിന്റെയും നാഥനും പിതാപുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ഞാൻ പ്രകീർത്തിക്കും മഹിമയുടെ ദൈവവിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിരുത്തണമേ, നല്ല കരുത്ത് ബലം പാരേ. ആകാശവും ഈ ഭൂതലവും പാപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായസ്സും. മാമോദീസ വഴിയങ്ങി സുതര
അറിവോടെ ഉൾക്കൊണ്ടോരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പൊതുസമ്മേളനം ഫാദർ ജോൺസൺ കരിങ്ങൻ ഉദ്ഘാടനം ചെയ്തു. അന്ന് അനുകൂലിച്ച് പ്രവർത്തിച്ച എല്ലാ ഭാരവാഹികളുടെയും ഒരു ഉദ്ദേശം ഇതായിരുന്നു. നമ്മളെല്ലാ വർഷവും ഒരുമിച്ച് കൂടി നമ്മുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള നല്ലൊരു മാതൃക നൽകുക എന്നുള്ളതായിരുന്നു. കെ ഒ ജോസഫും അതുപോലെ അദ്ദേഹത്തിൻ്റെ ഭാരവാഹികളും വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം വന്ന ജെൻസൺ പ്രസിഡന്റ് കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാരവാഹികൾ ഒരുമിച്ച് പ്രവർത്തിക്കുകയും എല്ലാ വർഷവും തന്നെ നമ്മുടെ ഈ കുടുംബ കൂട്ടായ്മ അല്ലെങ്കിൽ കുടുംബ ട്രസ്റ്റ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തോട് നന്ദി പറയുന്നു. നിങ്ങളോട് ഓരോരുത്തരോരും ഞാൻ പ്രത്യേകമായിട്ട് കടപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ പൂർവികർ പലരും 14 വർഷം മുൻപ് നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ കുടുംബ ട്രസ്റ്റിൻ്റെ രൂപീകരണത്തിൽ അവർ നമ്മളോടെല്ലാം യാത്ര പറഞ്ഞ് ഇന്ന് സ്വർഗരാജ്യത്തിലെത്തിയിരിക്കുകയാണ്. കുടുംബ കൂട്ടായ്മയുടെ പ്രസിഡന്റ് KC ദേവസിക്കുട്ടി അധ്യക്ഷനായി. KP ടോമി സ്വാഗതം പറഞ്ഞു. KM കുഞ്ഞുമോൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. KC ബിനോയ് കണക്ക് അവതരിപ്പിച്ചു. മാർസ്ലിവ ഫൊറോന വികാരി ഫാദർ വർഗീസ് പൊട്ടയ്ക്കൻ സ്കോളർഷിപ്പ് വിതരണം നടത്തി. നടുവട്ടം സെൻറ് ആൻ്റണീസ് പള്ളി വികാരി ഫാദർ തോമസ് നരികുളം പ്രായം കൂടിയ വ്യക്തിയെ ആദരിച്ചു. ഫാദർ ഡിബിൻ കരിങ്ങൻ രജത ജൂബിലി ദമ്പതികളെ ആദരിച്ചു. രക്ഷാധികാരി KA പാപ്പച്ചൻ വ്യവസായ പ്രമുഖനെ ആദരിച്ചു. മികച്ച കർഷകനെയും മികച്ച ഉദ്യോഗസ്ഥനെയും ആദരിച്ചു. ശ്രീ KP വർഗീസ്, KO ജോസഫ്, KO ദേവസിക്കുട്ടി, ശ്രീമതി ബിജി തോമസ്, KP ജെൻസൺ, KO ഔസേപ്പച്ചൻ എന്നിവർ ആശംസകൾ പറഞ്ഞു.